നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഗുരുവായൂരിൽ യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. താന്യം കീഴ്പുള്ളിക്കരയിലെ മുനയം താൽക്കാലിക ബണ്ട് നിർമ്മാണം വൈകുന്നു. കോൾ മേഖലയിൽ ഉപ്പുവെള്ളം കയറുമെന്ന ആശങ്കയിൽ നെൽകർഷകർ. തട്ടുകടയിൽ ഭക്ഷണം കഴിച്ചതിന്റെ പണം ആവശ്യപ്പെട്ടതിലുള്ള വൈരാഗ്യത്താൽ ആക്രമണം നടത്തിയ നാട്ടിക സ്വദേശി അറസ്റ്റിൽ. കൈപ്പമംഗലം ബോർഡ് സെന്ററിൽ കപ്പേള കുത്തി തുറന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. ഗുരുവായൂരിൽ യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്ന് പുലർച്ചെ 2 മണിയോടെ ഗുരുവായൂർ എക്സ്പ്രസ് കടന്നുപോയ ശേഷമാണ് കരുവാൻപാടി റെയിൽവേ ഗേറ്റിന് സമീപം മൃതദേഹം കണ്ടെത്തിയത്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഏകദേശം 35-നും 40-നും ഇടയിൽ പ്രായം തോന്നിക്കുന്ന യുവാവ് പച്ച ഷർട്ടും കറുത്ത പാന്റുമാണ് ധരിച്ചിരുന്നത്. ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. താന്യം കീഴ്പുള്ളിക്കരയിലെ മുനയം താൽക്കാലിക ബണ്ട് നിർമ്മാണം വൈകുന്നു. കോൾ മേഖലയിൽ ഉപ്പുവെള്ളം കയറുമെന്ന ആശങ്കയിൽ നെൽകർഷകർ. കാട്ടൂർ താന്യം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മുനയത്തെ താൽക്കാലിക ബണ്ട് നിർമ്മാണമാണ് വൈകുന്നത്. കാലങ്ങളായി ഡിസംബർ അവസാന വാരത്തോടെ പൂർത്തിയാകുന്ന ബണ്ട് നിർമ്മാണം ഇത്തവണ ഡിസംബർ മാസം ആരംഭിച്ചിട്ടും നിർമ്മാണത്തിനായുള്ള യാതൊരു നടപടിയും തുടങ്ങിയിട്ടില്ല. സമയാസമയങ്ങളിൽ ബണ്ട് നിർമ്മാണത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാതെ നെൽകൃഷി മേഖലയിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന കർഷകരെ പിന്നോട്ടടിക്കുന്ന സമീപനമാണ് ബണ്ട് നിർമ്മാണം വൈകുന്നതിലൂടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് പ്രകടമാകുന്നതെന്ന് വെണ്ടരപ്പാടം പാടശേഖര സമിതി മുൻ കൺവീനറും കർഷകനുമായ CL ജോയ് പറഞ്ഞു. ഈ ഉപ്പുവെള്ളം കയറി കൃഷിനാശമുണ്ടായി, അതുപോലെ കുടിവെള്ള പദ്ധതികളിലൊക്കെ ഈ ഉപ്പുവെള്ളം വന്നതിന് ശേഷം ജനങ്ങളുടെ മുറവിളി കൂട്ടിയാൽ മാത്രമേ ഈ ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ നടപടിയെടുക്കൂ എന്നുള്ളത് വളരെ മോശമായൊരു കാര്യമാണ്. കർഷകർ ഈ മേഖലയിൽ വളരെ ബുദ്ധിമുട്ടി പിടിച്ചു നിൽക്കുമ്പോൾ അവരെ വീണ്ടും വീണ്ടും കടക്കണിലേക്ക് തള്ളി നീക്കുന്ന രീതിയിൽ കൃഷിഭൂമി തന്നെ നാശമാക്കാവുന്ന രീതിയിൽ ഉപ്പുവെള്ളം കയറ്റാൻ ഒരു ബോധപൂർവമുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്ന് കർഷകനായി ഞങ്ങളൊക്കെ സംശയിക്കുകയാണ്. ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഉണർന്ന് പ്രവർത്തിച്ച് മുനയം കെട്ടിൻ്റെ പണി ആരംഭിക്കാനും ഉപ്പുവെള്ളം കയറുന്നതിന് മുമ്പ് മുനയം ബണ്ട് നീരടയുന്നതിന് വേണ്ട ശ്രമം നടത്താനായിട്ടുള്ള ശ്രമം ഉണ്ടാകണം എന്നാണ് കർഷകർക്ക് വേണ്ടി ഈ സമയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ ബണ്ടിനെ ആശ്രയിച്ചാണ് കാട്ടൂർ, ചാഴൂർ, താന്യം, അന്തിക്കാട് കോൾ മേഖലയിൽ കൃഷി നടക്കുന്നത്. വേനലിൽ കനാലിൽ നിന്ന് ഓരുവെള്ളം കയറി കൃഷി നശിക്കാതിരിക്കാനും ശുദ്ധജല സംഭരണികൾ മലിനമാവാതിരിക്കാനുമാണ് നവംബർ മാസം പകുതിയിൽ ആരംഭിച്ച് ഡിസംബർ അവസാനത്തോടെ പൂർത്തിയാകുന്ന വിധത്തിൽ താൽക്കാലിക ബണ്ട് നിർമ്മിക്കുന്നത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് ഓരോ വർഷവും നിർമ്മിക്കുന്ന താൽക്കാലിക ബണ്ട് മഴ ആരംഭിക്കുന്നതിലൂടെ പൊളിച്ചു നീക്കും. ബണ്ടിന്റെ നിർമ്മാണം വൈകിയാൽ ഓരുവെള്ളം കയറി കൃഷിനാശവും ശുദ്ധജല ക്ഷാമവുമാണ് ഫലം. അതിനാൽ ബണ്ട് നിർമ്മിക്കാൻ ആവശ്യമായ നടപടികൾ എത്രയും വേഗം ആരംഭിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. തട്ടുകടയിൽ ഭക്ഷണം കഴിച്ചതിന്റെ പണം ആവശ്യപ്പെട്ടതിലുള്ള വൈരാഗ്യത്താൽ ആക്രമണം നടത്തിയ നാട്ടിക സ്വദേശി അറസ്റ്റിൽ. നാട്ടിക ചേർക്കര സ്വദേശി എരവേലി വീട്ടിൽ സുനിൽകുമാറിന്റെ ഉടമസ്ഥതയിൽ ചേർക്കരയിൽ നടത്തുന്ന തട്ടുകടയിൽ നിന്നും ഭക്ഷണം കഴിച്ചതിന് പണം ചോദിച്ചതിന് കടയുടമയെ അസഭ്യം പറയുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തയാൾ അറസ്റ്റിൽ. നാട്ടിക ചേർക്കര സ്വദേശി കുറുപ്പത്ത് വീട്ടിൽ 21 വയസ്സുള്ള ഹരിനന്ദനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഹരിനന്ദൻ വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധി 3 വധശ്രമ കേസിലും കഞ്ചാവ് ബീഡി ഉപയോഗിച്ച ഒരു കേസിലും മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം വാഹനം ഓടിച്ച ഒരു കേസിലും ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെടാതിരിക്കാൻ അറസ്റ്റ് ചെയ്ത 2 കേസുകളിലും അടക്കം 7 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ SHO അനിൽകുമാർ, SI എബിൻ, GSIമാരായ ഉണ്ണി, ഭരതനുണ്ണി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കൈപ്പമംഗലം ബോർഡ് സെന്ററിൽ കപ്പേള കുത്തി തുറന്ന നിലയിൽ. ദേശീയപാതയോരത്ത് പെട്രോൾ പമ്പിനടുത്തുള്ള വേളാങ്കണ്ണി മാത കപ്പേളയാണ് കുത്തി തുറന്നിട്ടുള്ളത്. കൈപ്പമംഗലം സെന്റ് ജോസഫ് പള്ളിയുടെ
കീഴിലുള്ളതാണ് കപ്പേള. മുൻഭാഗത്തെ ഗ്ലാസ് ഡോറിന്റെ ലോക്ക് തകർത്താണ് ഉള്ളിൽ കയറിയിട്ടുള്ളത്. ഗ്ലാസ് ജനലും തുറന്ന നിലയിലായിരുന്നു. ഇന്ന് രാവിലെ സ്ഥലത്തെത്തിയ പരിസരവാസിയാണ് കപ്പേള കുത്തിത്തുറന്ന നിലയിൽ കണ്ടെത്തിയത്. കൈപ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. എടത്തുരുത്തി കിസാൻ സർവീസ് സഹകരണ ബാങ്കിലേക്ക് UDF പ്രവർത്തകർ മാർച്ച് നടത്തി. പീഡനക്കേസിൽ പ്രതിയായ ബാങ്ക് ഡയറക്ടറെ തൽസ്ഥാനത്ത് നിന്നും നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മാർച്ച്. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് K. അഫ്സൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇർഷാദ് വലിയകത്ത്, സലീം പോക്കക്കില്ലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇറങ്ങിയാൽ നിങ്ങൾ ഇവിടുത്തെ ഡയറക്ടർ ബോർഡായി വീണ്ടും അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് കുത്തിക്കയറുന്ന പോലെയുള്ള വലിയ സമരങ്ങളുമായി ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് നിങ്ങളോട് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഇനി ഈ പീഡനവിധനെ ഈ പുളിഞ്ചോട് പ്രദേശത്ത് അടുപ്പിക്കാൻ സാധിക്കുകയില്ല. പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു പിഞ്ചു കുഞ്ഞിനെയാണ് അവിടെയും ഇവിടെയൊക്കെ കൊണ്ടുപോയി വിവാഹ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് പീഡിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ളവരെ എങ്ങനെയാണ് പൊതുസമൂഹത്തിൽ പൊതുപ്രവർത്തകനായി നമുക്ക് അംഗീകരിക്കാൻ കഴിയുക? തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി UDF കൈപ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി പ്രകടന പത്രിക പുറത്തിറക്കി. കാളമറി UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ AICC സെക്രട്ടറി TN പ്രതാപൻ പ്രകാശനം നിർവഹിച്ചു. UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ KV അബ്ദുൾ മജീദ് അധ്യക്ഷനായി. KB അനിൽകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. DCC സെക്രട്ടറിമാരായ CJ പോൾസൺ, KF ഡൊമിനിക്, നേതാക്കളായ PT മുജീബ്, PK നജ്മുദ്ദീൻ, UI ഷമീർ, ജിനൂബ്, അബ്ദുറഹ്മാൻ, CJ ജോഷി, അനസ് അബൂബക്കർ, ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. ജനങ്ങളാണ് ജനാധിപത്യത്തിലെ തമ്പുരാക്കന്മാർ. ജനപ്രതിനിധികൾ കേവലം സേവകന്മാർ മാത്രമാണ്. ജനങ്ങളെ സേവിക്കാനുള്ള സേവകന്മാരാണ്. സാധാരണ പലപ്പോഴും ഉണ്ടാകാറ് ജനാധിപത്യത്തിൽ ജനപ്രതികൾ യജമാനന്മാരും ജനങ്ങൾ സാധാരണ കാരായി മാറും. നേരെ വിപരീതമാണ് നമ്മുടെ ആശയം. ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചത് അതാണ്. ജനാധിപത്യം ജനങ്ങളെ യജമാനന്മാരായി കാണാൻ, ജനപ്രതിനിധികൾ സേവകന്മാരായി കാണാൻ. അല്ലാണ്ട് ജനപ്രതിനിധികൾ തമ്പുരാക്കന്മാരും ജനങ്ങൾ അതിനെ താഴെ കിടക്കുന്ന ചില ആളുകൾക്ക് എന്ന രീതിയിൽ മാറാതെ ജനങ്ങളാകുന്ന തമ്പുരാക്കന്മാരെ സേവനം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സേവകന്റെ ചുമതല മാത്രമേ ജനപ്രതിനിധിക്കുള്ളൂ. കേവലം 5 വർഷത്തെ ഒരു താൽക്കാലികമായ ഇന്ററിംഗ് അറേഞ്ച്മെന്റ് ആണ് ഒരു പഞ്ചായത്ത് മെമ്പർ. ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥിരമായ പഞ്ചായത്ത് മെമ്പറല്ല. അനിൽകുമാർ പഞ്ചായത്ത് മെമ്പറായിരുന്നു, ബോൾസൺ പഞ്ചായത്ത് മെമ്പറായിരുന്നു, മജീദ് ഉണ്ടായിട്ടില്ല. ഒരു പഞ്ചായത്ത് മെമ്പറും സ്ഥായിയായ പഞ്ചായത്ത് മെമ്പറല്ല. ഒരു തവണയെ പഞ്ചായത്ത് മെമ്പറുള്ളൂ. 5 വർഷത്തെ പഞ്ചായത്ത് മെമ്പർഷിപ്പ്. ആ 5 വർഷക്കാലം നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതൊരു വലിയ ഉത്തരവുണ്ട്. ആ ഉത്തരം നിങ്ങൾ ഓരോരുത്തരും മനസ്സിനകത്ത് ആദ്യം ഈ കൊത്തിവെക്കേണ്ടത്, തങ്കലിപികളാൽ കൊത്തിവെക്കേണ്ടത്, ജനങ്ങൾ എൻ്റെ തമ്പുരാക്കന്മാരും ഞാൻ ജനങ്ങളുടെ സേവകൻ മാത്രമാണ് എന്നത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് തങ്കലിപികളാൽ കൊത്തിവെച്ചാൽ നിങ്ങൾ നല്ല ജനപ്രതിനിധിയാകും. നല്ല ആശയം നടപ്പിലാക്കാൻ വേണ്ടി LDF എടത്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി. CV സെന്ററിൽ നിന്ന് ആരംഭിച്ച തെരഞ്ഞെടുപ്പ് റാലി പുളിഞ്ചോട് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. PK ഷാജു അധ്യക്ഷനായി. ET ടൈസൺ MLA, അഡ്വക്കേറ്റ് BK ജ്യോതി പ്രകാശ്, TP രഘുനാഥ്, മഞ്ജുള അരുണൻ, അമൽ T പ്രേമൻ, KS ജയ, AV സതീഷ്, ഷീന വിശ്വൻ, KC ശിവരാമൻ, MM ഗിരീന്ദ്രബാബു എന്നിവർ സംസാരിച്ചു. ജനകീയമായ ക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഇടതുപക്ഷത്തിൻ്റെ നയപരമായ തീരുമാനങ്ങളാണ് അതിന് കാരണം. ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒക്ടോബർ മാസം പത്രസമ്മേളനത്തിൽ നടത്തിയ പ്രഖ്യാപനം, ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷം പേർക്ക് 1600 രൂപയിൽ നിന്ന് 2000 രൂപയായി അത് വർദ്ധിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രഖ്യാപനം ഈ ഗവൺമെന്റ് ഏത് ദിശയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ്. നോക്കൂ, നമ്മുടെ നാട്ടിൽ പലപ്പോഴും ചില ചർച്ചകളൊക്കെ ടെലിവിഷൻ ചാനലിലും ചായക്കടകളിലൊക്കെ നടക്കാറുണ്ട്. അതെന്താണ്? എല്ലാ പാർട്ടികളും ഒരുപോലെയാണ്, എല്ലാ സർക്കാരുകളും ഒരുപോലെയാണോ? ഐക്യ ജനാധിപത്യ മുന്നണി ഈ സംസ്ഥാനം ഭരിച്ചിരുന്ന ഘട്ടത്തിൽ 600 രൂപയായിരുന്നു പെൻഷൻ. ആ 600 രൂപ 18
18 മാസത്തെ കുടിശ്ശിക വെച്ച് പോയ ആളുകളാണ് LDF ഗവൺമെന്റിനെ ചാനലുകളിൽ വന്നിരുന്ന് ആക്ഷേപിക്കുന്നത്. ദേശീയ സ്കൂൾ ഗെയിംസ് നീന്തൽ മത്സരത്തിൽ സബ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കേരളത്തെ പ്രതിനിധാനം ചെയ്ത് മത്സരിക്കുന്ന ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ VN നിവേദ്യയ്ക്ക് യാത്രയയപ്പ് നൽകി. ഈ മാസം 11 മുതൽ 17 വരെ ഡൽഹിയിൽ വെച്ചാണ് ദേശീയ നീന്തൽ മത്സരം നടക്കുന്നത്. കേരള ഒളിമ്പിക്സിൽ സബ് ജൂനിയർ പെൺകുട്ടികളുടെ 100, 200 ബട്ടർഫ്ലൈ ഇനത്തിൽ മീറ്റ്സ് റെക്കോർഡും സ്വർണവും, 50 മീറ്റർ ബട്ടർഫ്ലൈയിൽ സ്വർണവും, 400 മീറ്ററിൽ മെഡൽ റിലേയിൽ വെള്ളിയും നേടിക്കൊണ്ടാണ് നിവേദ്യ ദേശീയ തലത്തിലേക്ക് അർഹത നേടിയത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജ്യോതി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ്ലാൽ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ TK ശ്രീജീഷ്, പ്രധാന അധ്യാപകൻ KS ജിനൻ, അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ V സജിത്, അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്കൂൾ ഒളിമ്പിക്സിൽ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 50 മീറ്റർ ബട്ടർഫ്ലൈയിൽ വെങ്കല മെഡൽ നേടിയ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ പാർവതി നികേഷിനെയും ചടങ്ങിൽ അനുമോദിച്ചു. ഇന്ത്യൻ മേഖലയിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. അത് നിവേദിതയും പാർവതിയും ഒക്കെ നമ്മുടെ സ്കൂളിൽ വന്നു ചേർന്നതിൻ്റെ ഭാഗമായി നമുക്ക് കിട്ടിയ ഒരു അസുലഭ ഭാഗ്യമാണ്. ദേശീയ തലത്തിലൊക്കെ നമ്മുടേതുപോലെയുള്ള പിന്നോക്ക പ്രദേശത്തുള്ള സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് എത്തിപ്പെടാൻ കഴിയുക വളരെ പ്രയാസം ആണ്. കാരണം എല്ലാ സൗകര്യങ്ങളുമുള്ള വലിയ ടൗണുകളിലൊക്കെ എല്ലാ സംവിധാനങ്ങളോടും കൂടി പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെയുള്ള അവരോട് മത്സരിച്ചാണ് ഇവരൊക്കെ ഇവിടം വരെ എത്തുന്നത്. കയ്പമംഗലം വഴിയമ്പലത്ത് ദേശീയപാതയിൽ കാറുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. വഴിയമ്പലം സ്വദേശി പൊന്നാമ്പടി വീട്ടിൽ 75 വയസ്സുള്ള മൂസക്കുട്ടി, തൃശൂർ കലൂർ സ്വദേശി തൈനകത്ത് വീട്ടിൽ 53 വയസ്സുള്ള ഷാജു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പെരിഞ്ഞനം ലൈഫ് ഗാർഡ് പ്രവർത്തകർ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് വൈകിട്ട് 3:30യോടെയായിരുന്നു അപകടം. എതിർദിശകളിൽ നിന്ന് വന്നിരുന്ന കാർ വഴിയമ്പലം പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ച് നേർക്കുനേർ ഇടിക്കുകയായിരുന്നു. കുന്നംകുളം കുഴൂർ പൂരത്തിനിടെ സംഘർഷം. 2 വിഭാഗം കമ്മിറ്റികൾ തമ്മിൽ ഏറ്റുമുട്ടി. ആനകളെ എഴുന്നള്ളിപ്പിൽ അണിനിരക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത്. 2 വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയതോടെ സംഘർഷം കൂട്ടത്തല്ലിലേക്ക് വഴിമാറി. സംഘർഷത്തെ തുടർന്ന് സംഭവ സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ലാത്തി വീശി. ആനകളെ ക്ഷേത്രമതിൽ കെട്ടിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതും ആര് ആദ്യം പ്രവേശിപ്പിക്കും എന്നതിനെ ചൊല്ലിയാണ് തർക്കം ഉടലെടുത്തത്. പിന്നീടാണ് സംഘർഷമുണ്ടായത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ ടാക്സി ഡ്രൈവർമാരും ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും തമ്മിൽ വീണ്ടും തർക്കം. ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത യാത്രക്കാരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാഹനത്തിൽ കയറ്റുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം. പോലീസ് എത്തിയാണ് തർക്കം പരിഹരിച്ചത്. ആളുകളെ കയറ്റുന്നതുമായി ഇവിടെ തർക്കം പതിവാണെന്നും ഇരുകൂട്ടരുമായി സംസാരിച്ച് ധാരണയിലെത്തിയതാണെന്നും പോലീസ് പറയുന്നു. ഓൺലൈൻ ടാക്സിക്കാർ പാർസൽ ഓഫീസിന്റെ ഭാഗത്തു നിന്നും പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തു നിന്നും മാത്രമേ ആളുകളെ കയറ്റാൻ പാടുള്ളൂ. എന്നാൽ യാത്രക്കാരുടെ ആവശ്യപ്രകാരം ഓൺലൈൻ ടാക്സിക്കാർ പ്രധാന കവാടത്തിലെത്തി കയറ്റുന്നതാണ് തർക്കങ്ങൾക്കിടയാക്കുന്നത്. കോടാലി അന്നപ്പാടത്ത് യുവാവിനെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി മണപ്പുറത്ത് വീട്ടിൽ 38 വയസ്സുള്ള സുജിത്താണ് മരിച്ചത്. സുഹൃത്തിന്റെ വീട്ടിലേക്ക് വന്ന ഇയാൾ കഴിഞ്ഞ രാത്രി വീട്ടുമുറ്റത്തെ ആൾമറയില്ലാത്ത കിണറ്റിൽ വീഴുകയായിരുന്നുവെന്ന് സംശയിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളിക്കുളങ്ങര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പുതുക്കാട് നിന്നും അഗ്നിശമന സേനയെത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ 3 കടകളിൽ വൻ തീപിടുത്തം. ഫുട്വെയർ ഷോപ്പ്, ജുവല്ലറി, മൊബൈൽ ഷോപ്പ് എന്നിവിടങ്ങളിൽ വെള്ളിയാഴ്ച രാത്രിയാണ് തീപിടുത്തമുണ്ടായത്. ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് പോലീസിനും ഫയർഫോഴ്സിനും വിവരമറിയിച്ചത്. തുടർന്ന് കുന്നംകുളം, പട്ടാമ്പി എന്നിവിടങ്ങളിൽ നിന്നും 3 ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. ഫുട്വെയർ ഷോപ്പ് പൂർണ്ണമായും കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ചാലിശ്ശേരി സബ് ഇൻസ്പെക്ടർ S ശ്രീലാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസും സ്ഥലത്തെത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂരിൽ യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. താന്യം കീഴ്പുള്ളിക്കലയിലെ മുനയം താൽക്കാലിക ബണ്ട് നിർമ്മാണം വൈകുന്നു. കോൾ മേഖലയിൽ ഉപ്പുവെള്ളം കയറുമെന്ന ആശങ്കയിൽ നെൽകർഷകർ.
തട്ടുകടയിൽ ഭക്ഷണം കഴിച്ചതിന്റെ പണം ആവശ്യപ്പെട്ടതിലുള്ള വൈരാഗ്യത്താൽ ആക്രമണം നടത്തിയ നാട്ടിക സ്വദേശി അറസ്റ്റിൽ. കൈപ്പമംഗലം ബോർഡ് സെന്ററിൽ കപ്പേള കുത്തി തുറന്ന നിലയിൽ. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.